നേതാക്കൾക്ക് ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം UDF-ലെ ചില നേതാക്കൾക്ക് മുഖ്യമന്ത്രി മോഹം കൂടുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ ശശി തരൂരിൻ്റെ ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിരുന്നു. കേരളത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനായിട്ട് അനുകൂലിക്കുന്നവരുടെ ഒരു കണക്കൊക്കെ വെച്ചിട്ട് അത്തരം കണക്കുകളെയൊക്കെ പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഇപ്പൊ ഞാനും പത്രത്തിൽ വായിച്ചു, ശശി തരൂര് ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് സർവേയിൽ 28% അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രിയാകാൻ. ഏത് ഏജൻസിയാണ് സർവേ നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹം ഒരു സർവേയുടെ വിവരം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സർവേയുടെ ഫലത്തെക്കുറിച്ച് നമ്മളാരും സംശയിക്കേണ്ട കാര്യമില്ല. നല്ലത്, അദ്ദേഹത്തിന് ഇത്രയും ആളുകൾ മുഖ്യമന്ത്രിയാവണം എന്ന് സർവേയിൽ വന്നു. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരും വരും, ഒരു സംശയമില്ല. കാരണം അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും പ്രമുഖരായിട്ട് നേതാവാണ്. അത് അത്തരം ഒരു സർവേയുടെ ഫലം പുറപ്പെടുവിക്കുന്നത് ആ ഏജൻസി ആയാൽ അതിന് നമുക്ക് വിശ്വാസം കൂടും. അതിൽ ഇത്തരം ഒരു സർവേ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസ് അല്ലല്ലോ സർവേ നടത്തിയത്, ശശി തരൂരല്ലേ വെളിപ്പെടുത്തിയത്. ഇപ്പൊ ഞാൻ നാളെ പറയാണ്, ഞാൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അർഹനാണ്, യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ ബലപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനല് നടത്തുന്ന സർവേയിൽ എന്റെ പേര് 2ാമതോ 3ാമതോ വന്നാൽ എനിക്ക് അവകാശപ്പെടാം. ഞങ്ങൾ ഓരോരുത്തരും പറയുന്നത് സർവേ ഫലം പറയുമ്പോൾ അതിന്റെ ആധികാരികത ജനങ്ങൾ സംശയിക്കില്ലേ? അപ്പൊ അത്തരം സർവേ ഒന്നും പാർട്ടി ഗൗരവമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. AICC സർവേ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം വരുമ്പോൾ അതനുസരിച്ചായിരിക്കും നിയമസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനം.